100 ദിവസം കൊണ്ട് തടി കുറയ്ക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 86. എന്നത്തെയും പോലെ ഇന്ന് നേരത്തെ എണീച്ച് ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ച് കൂട്ടുകാരന്മാരോട് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പോണ വഴിക്ക് എന്റെ ഏട്ടന്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞ് നിൽക്കണം. അതുകൊണ്ട് എണ്ണ വാങ്ങാൻ പോകണം പറഞ്ഞിട്ട് ആളെ വിളിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. അതുകൊണ്ട് കൂട്ടുകാരന്മാരെ നേരെ ജിമ്മിലാക്കിയിട്ട് ആളെയും വിളിച്ച് വണ്ടിയിൽ ഒഴിക്കാൻ വേണ്ടി 1 ലിറ്റർ പെട്രോളും വാങ്ങി റോഡ് സൈഡിൽ കിടക്കുന്ന ആളുടെ വണ്ടീന്റെ അടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളുടെ വണ്ടീന്റെ അടുത്ത് എത്തിയിട്ട് വാങ്ങിയിട്ട് വന്ന ആ 1 ലിറ്റർ പെട്രോൾ മുഴുവൻ ആ വണ്ടിയിൽ ഒഴിച്ചതിന് ശേഷം ആൾക്കൊരു ടാറ്റയും പറഞ്ഞ് ഞാൻ നേരെ വണ്ടിയിൽ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പോണ സമയത്ത് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, ഇന്നത്തെ വർക്കൗട്ട് നടക്കില്ല എന്ന്. കാരണം ഞാൻ ജിമ്മിൽ എത്തിയപ്പോൾ തന്നെ സമയം 8 മണി കഴിഞ്ഞു. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പകരം വള്ളിച്ചാട്ടം കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നല്ല പോലെ കൂടി ചാടി. പക്ഷെ ഞാൻ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം, എന്റെ ഒരു കാല് പൊക്കിയിട്ടാണ് ഞാൻ ചാടുന്നത്. കാരണം എന്താണെന്ന് അറിയോ, കാലിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പണി എന്താ പറഞ്ഞാൽ കാല് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് ഉളുക്കി. ആ ഒരു ഉളുക്കെല്ലാം കാര്യമാക്കാണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് പിന്നെയും ചാടിയപ്പോൾ നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 5 മിനിറ്റും കൂടി ജിമ്മിലിരുന്ന് ആ ഒരു ക്ഷീണമെല്ലാം മാറ്റി നേരെ എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ തിരിച്ച് കൂട്ടുകാരന്മാരോട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീട്ടിലെത്തി നല്ല പോലെ ഒന്ന് കുളിച്ച് റെഡിയാവേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എന്റെ കൂട്ടുകാരൻ വന്ന് അവനിക്ക് മുടി വെട്ടാൻ പോകണം പറഞ്ഞിട്ട് അവനോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുടി വെട്ട് കടയിൽ വന്ന് അവന് മുടിയെല്ലാം വെട്ടി സുന്ദരനതിന് ശേഷം നേരെ ഞാൻ അവനും കൂടി രാവിലത്തെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഈ ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അവിടെ എത്തിയിട്ട് രാവിലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചത് ഒരു 3 ദോശയും ചിക്കൻ ബട്സും കൂടെ സാമ്പാറും ചട്നിയാണ്. എന്തായാലും രാവിലത്തെ ഭക്ഷണം അതും കഴിച്ച് നേരെ വണ്ടി എടുത്ത് എന്റെ വീട്ടിലേക്കല്ല പോയത്, പകരം എന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയി കുറച്ച് അധികം നേരം സംസാരിച്ച് നേരെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഒരു 1:30 കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറും കൂടെ ചിക്കനും. ഉച്ചക്കത്തെ ഭക്ഷണം അതും കഴിച്ചാൽ വലിയൊരു വിശപ്പിന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് രാത്രി ആയത് നേരെ കൂട്ടുകാരന്മാരോട് പോയി കുറച്ച് അധികം നേരം സംസാരിച്ചിരുന്നേ നേരെ വീട്ടിൽ പോയി രാത്രി കഴിക്കാൻ ചപ്പാത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു കയ്യിൽ ചോറും പപ്പടവും അച്ചാറും കൂടെ ഒരു 3 മുട്ട എണ്ണയിലാണ് കൊത്തിപ്പിടിച്ചതും. എന്തായാലും രാത്രിയത്തെ ഭക്ഷണം അതും കഴിച്ച് വിശപ്പ് മാറ്റി എന്റെ ഒരു 86ാമത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി എന്റെ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.